എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ്. കൂടാതെ നമ്മുടെ കുഞ്ഞിനും ഉണ്ട്. കുഞ്ഞനാണെങ്കിൽ ആൻറ്റിയായിട്ട് വീഡിയോ കോൾ ഭയങ്കര ബിസി. പുറത്താണെങ്കിൽ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുട്ടി ബ്ലോക്ക് കിട്ടി. ഞങ്ങളിതാ ഷീമാട്ടി എത്തി. ഷീമാട്ടിയും വലിയ തിരക്കൊന്നുമില്ല. മേ ബി വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. നോർമലി വീക്കെൻഡ് ഡേയ്സിലാണല്ലോ വരുന്നത്. കുഞ്ഞിന് ഇവിടെ എത്തിയാൽ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം ഈ ലൈറ്റും മിററും പിന്നെ ഇവിടെ സ്റ്റാഫൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് നടക്കുവേ. അപ്പം എടുത്തുകൊണ്ട് നടക്കാൻ ആളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞും ഭയങ്കര ഹാപ്പി. എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ചാടി പോയല്ലോ. ഈ പ്രാവശ്യം ബെൽറ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. ഇവിടെ മെയിനായിട്ട് വരുന്നത് ഈ ഷോർട്ട് കോട്ടൺ കോഡ് സെറ്റ് ഇല്ലേ, അത് വാങ്ങാൻ തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. ഈ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ ചെയ്യാം. പക്ഷേ ഈ പ്രാവശ്യം ഒട്ടും കളക്ഷൻ ഇല്ല. എന്ത് പറ്റിയാവും, സാധാ എനിക്ക് ഇവിടുന്ന് കിട്ടാറുള്ളതായിട്ടോ. അമ്മ 3-4 ലോങ് കോഡ് സെറ്റ് ആയിട്ട് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ. സിമ്പിളാണ്, പക്ഷേ ഓഫ് ഷോൾഡർ സ്ലീവ്ലെസ്സും. അതുകൊണ്ട് എനിക്ക് തടി കൂടിയ സമയത്ത് എനിക്ക് ചേരുമെന്ന് ആകെപ്പാട് കൺഫ്യൂഷൻ. പക്ഷേ ഡ്രസ്സ് ഇട്ട് നോക്കുന്ന പോലെ മടിയുള്ള ഒരു കാര്യമില്ലായിട്ടോ. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്, നിനക്ക് ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല, നിനക്ക് തോന്നുന്നൊക്കെ നീ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. ഞാനപ്പോൾ പറയട്ടോ, വാട്ട് മേക്സ് us കംഫർട്ടബിൾ, നമ്മൾ അതാ വേറെ ഉണ്ടെന്നൊക്കെ. പുള്ളി പറയുന്നതിലൊക്കെ കാര്യമുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ 4 പേരെടുത്ത് എടുക്കാനൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഈ കുഞ്ഞനുള്ളതുകൊണ്ട്. ഇവിടെ ഷീമാട്ടി വന്നാൽ ഞങ്ങളിതാ ഈ കഫറ്റേരിയ കയറാതെ പോകാറില്ല കേട്ടോ. ഇവിടുത്തെ മസാല ദോശ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അവന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടോ. ഞങ്ങളാണെങ്കിൽ 2 മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കഫറ്റേരിയ അത്യാവശ്യം നല്ല ക്ലീനും ആട്ടോ. അതുകൊണ്ട് എന്തായാലും കുഞ്ഞിന് ഫുഡും കൊടുക്കാൻ പറ്റി. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഇതാ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. തിരിച്ചു ഊബറിനാണ് 2-3 മിനിറ്റൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഇതാ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഇന്റർലോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കും കേട്ടോ ഷീമാട്ടിയിൽ. ഊബർ എത്തി, ഞങ്ങൾ അങ്ങനെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക്. കുഞ്ഞിനും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി.